ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും ദൗത്യങ്ങൾ നൽകുന്നുണ്ട്. ഈ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന വായനകളാണ് ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി ധനഹാകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് നൽകിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം മോശയ്ക്ക് മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. മോശ ആടുകളെ മേയിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലെത്തി. അവിടെ മുൾപടർപ്പിനിടയിൽ ജ്വലിച്ച അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. ദൈവം അവിടെ വെച്ച് ഈജിപ്തിലുള്ള ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കാണുന്നു. അവരെ രക്ഷിക്കാൻ, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ ആനയിക്കാൻ നേതാവായി മോശയെ നിയമിക്കുന്നതാണ് വായനയുടെ ഉള്ളടക്കം. മോശയ്ക്ക് താൻ ഇതിന് യോഗ്യനാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി ദൈവം പറയുന്നു, നിന്റെ ഈ ദൗത്യത്തിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം വായനയിൽ കർത്താവിൻ്റെ അഭിഷിക്തനായ സൈറസിനെ പറ്റി പറയുന്നു. ഞാൻ നിയോഗിച്ച ഇടയനാണവൻ. രാജ്യങ്ങൾ കീഴടക്കാനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കാനും നഗര കവാടങ്ങൾ തുറന്നിടാനും വേണ്ടി കർത്താവ് കരത്തിൽ പിടിച്ചവനാണ് സൈറസ്. കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിന്റെ മുമ്പേ പോയി എല്ലാ സഹായങ്ങളും നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതങ്ങളിൽ സഹനങ്ങൾ ഉണ്ടാകും എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉദ്ബോധിപ്പിക്കുന്നതാണ് നാം ലേഖന ഭാഗത്ത് കാണുക. ദൈവത്തിൻ്റെ ദൗത്യം നാം ഏറ്റെടുക്കുമ്പോൾ അതെപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കില്ല. അവിടെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ സ്ഥിരതയോടെ പിടിച്ചു നിൽക്കാൻ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഈശോ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് തൻ്റെ ദൗത്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന രംഗമാണ് നാം കാണുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഈശോ തൻ്റെ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, എല്ലാ വായനകളിലും ദൈവം ഓരോ വ്യക്തികളെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ടുള്ള ചോദ്യം ഇതാണ്: ഈ ലോകത്തിൽ ദൈവം എനിക്ക് നൽകിയ ദൗത്യം എന്താണ്? ആ ദൗത്യം ഞാൻ കൃത്യമായി നടത്തുന്നുണ്ടോ? ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സന്യാസി എന്ന നിലയിൽ എൻ്റെ അജഗണങ്ങളെ ചേർത്ത് നിർത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവരെ നേർവഴിയിൽ നടത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ എന്ന നിലയിൽ എൻ്റെ മക്കളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്താൻ കഴിയുന്നുണ്ടോ? നല്ല മാതൃകകൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു നല്ല സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന നിലയിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ പരിഗണിക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ? മക്കളെന്ന നിലയിൽ എൻ്റെ മാതാപിതാക്കൾ നൽകുന്ന തിരുത്തലുകൾ സ്വീകരിക്കാനും എൻ്റെ കടമകൾ നിർവഹിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ടോ? ഈശോ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. താൻ എന്തിനാണോ ഈ ലോകത്തിലേക്ക് വന്നത്, എന്തിനാണോ ദൈവം ഈശോയെ അയച്ചത്, ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചത് കൊണ്ടാണ് കർത്താവിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്. അതിനാൽ നമ്മുടെ ജീവിതത്തിലും നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നടത്താൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് യാചിക്കാം. അപ്പോൾ നമുക്കും പറയാൻ കഴിയും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പൂർത്തിയാക്കി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.